SSLC ഒരുക്കം വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൂന്നാമത്തെ ഗ്രൂപ്പ് ചോദ്യത്തിൽ വരുന്നത് ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയറുകളായ ഓപ്പൺ ഓഫീസ് വേഡ് പ്രോസസർ, ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്, ഓപ്പൺ ഓഫീസ് ഡേറ്റാബേസ് എന്നിങ്ങനെ 3 സോഫ്റ്റ്വെയറുകളാണ് വരുന്നത്. ഇപ്പോൾ ചോദ്യം പരിശോധിക്കാം. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മാസവരുമാനം ഉൾപ്പെടുന്ന പട്ടിക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ income.ots എന്ന പേരിൽ നൽകിയിരിക്കുന്നു. പട്ടിക തുറന്ന് വാർഷിക വരുമാനം കണക്കാക്കുക. വാർഷിക വരുമാനം 6500 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് നേരെ APL എന്നും അല്ലാത്തവർക്ക് നേരെ BPL എന്നും ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. പട്ടികയിൽ നിന്നും BPL വിഭാഗത്തെ മാത്രം ഫിൽട്ടർ സങ്കേതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത് ഹോമിലെ എക്സാം ടൺ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും ചോദ്യ നമ്പരും ഫയൽ നാമം ഒക്കെ നൽകി സേവ് ചെയ്യുക. പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. മറ്റ് ഗ്രൂപ്പ് ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓപ്പൺ ഓഫീസ് ചോദ്യങ്ങളിൽ വരുന്ന ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റും ഓപ്പൺ ഓഫീസ് വേഡ് പ്രോസസറും ഹോം വഴി തന്നെ തുറക്കാൻ ശ്രദ്ധിക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിനുള്ളിൽ നിന്നും ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫയൽ തുറക്കുക. income.ots എന്ന ഫയൽ തുറക്കുക. ഈ ചോദ്യത്തിൽ ആനുവൽ ഇൻകം മന്ത്ലി ഇൻകത്തിന് 12 കൊണ്ട് ഗുണിച്ച് ആനുവൽ ഇൻകം കണ്ടെത്തുകയും 6500 മുകളിൽ 6500 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവരുടെ നേരെ APL എന്നും അല്ലാത്തവർക്ക് നേരെ BPL എന്നുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ആനുവൽ ഇൻകം രേഖപ്പെടുത്തേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. മന്ത്ലി ഇൻകം ഇൻറ്റു സ്റ്റാർ 12 ശരിയായ അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുകയോ എന്റർ കീ അമർത്തുകയോ ചെയ്യുമ്പോൾ അവിടെ ആനുവൽ ഇൻകം ലഭ്യമാണ്. മൗസ് ആ സെല്ലിന്റെ മൂലയിലേക്ക് കൊണ്ടുവരുമ്പോൾ മൗസ് പോയിന്റർ പ്ലസ് അടയാളത്തിലാകുന്നു. അപ്പോൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് മറ്റ് സെല്ലുകളിലേക്ക് ഇൻകം രേഖപ്പെടുത്തുക. റിമാർക്സ് കോളത്തിൽ 6500 രൂപയ്ക്ക് മുകളിലുള്ളവരുടെ നേരെ APL എന്ന ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചും അല്ലാത്തവർക്ക് നേരെ BPL എന്നും ആണ് രേഖപ്പെടുത്തേണ്ടത്. അതിനായി ആദ്യത്തെ റിമാർക്ക് രേഖപ്പെടുത്തേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫംഗ്ഷൻ ഇഫ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടെസ്റ്റ്, ദെൻ വാല്യൂ, അതർവൈസ് വാല്യൂ എന്നീ 3 ഫീൽഡുകളാണ് ഇതിലുള്ളത്. അതിലെ ടെസ്റ്റ് ഫീൽഡിലെ മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ ആനുവൽ ഇൻകം രേഖപ്പെടുത്തിയിരിക്കുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സെല്ലിന്റെ അഡ്രസ് അവിടെ ലഭ്യമാണ്. ഗ്രേറ്റർ ദാൻ ചിഹ്നം നൽകുന്നു. 6500 മാക്സിമൈസ് ചെയ്യുന്നു. ദെൻ വാല്യൂ എന്ന ഫീൽഡിൽ ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ 6500 കൂടുതലാണെങ്കിൽ APL എന്നും അതർവൈസ് വാല്യൂ ഫീൽഡിൽ ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ BPL എന്നും രേഖപ്പെടുത്തുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ആക്റ്റീവായി. മൗസ് മൂലയിലെത്തിച്ച് പ്ലസ് അടയാളത്തിലാകുമ്പോൾ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എല്ലാ സെല്ലിലും രേഖപ്പെടുത്താം. ഇതിൽ ഇപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഫിൽറ്റർ സങ്കേതം ഉപയോഗിച്ച് BPL ആൾക്കാരുടെ മാത്രം ലിസ്റ്റ് കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഡേറ്റ, ഫിൽറ്റർ, ഓട്ടോ ഫിൽറ്റർ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ആക്റ്റീവ് ചെയ്യാം. റിമാർക്സ് കോളത്തിലെ താഴേക്കുള്ള ഡ്രോപ്പ് ഡൗൺ വിൻഡോയിലെ BPL സെലക്ട് ചെയ്താൽ BPL ആൾക്കാരുടെ മാത്രം ലിസ്റ്റ് നമുക്കിതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ മറ്റ് ചോദ്യങ്ങളിലും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് സോർട്ടിംഗ് സങ്കേതം. ഇപ്പോൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടികയെ സോർട്ട് ചെയ്യണമെങ്കിൽ തലക്കെട്ട് ഒഴികെ ബാക്കിയെല്ലാം മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് ഡേറ്റ സോർട്ട്. വരുമാനം രേഖപ്പെടുത്തലിനനുസരിച്ചായതുകൊണ്ട് ആനുവൽ ഇൻകം D എന്ന സെല്ലിലാണ്. സോർട്ട് ബൈ D കോളം സെലക്ട് ചെയ്യുക. D കോളത്തിലെ ഡിസെൻഡിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനത്തിനനുസരിച്ച് പട്ടിക സോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പിന്നീടൊരു ചോദ്യം ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ പേരും
മാസവരുമാനം ഉൾപ്പെടുന്ന ഒരു ചാർട്ട് പ്രദർശിപ്പിക്കാൻ പറയുകയാണെങ്കിൽ അത് രണ്ടും മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ചാർട്ട് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളം ചാർട്ട് അവിടെ ഉൾപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്പോൾ ഇഫ് എന്ന ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിൽ മറ്റൊരു ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ളത് ലുക്കപ്പ് എന്ന ഫംഗ്ഷനാണ്. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ സ്കോർ ബോർഡ് എന്ന ഫയലിനെ ഇവിടെ പെർസെൻറ്റേജ് ടോട്ടലും പെർസെൻറ്റേജും കണ്ടെത്തി റിമാർക്സിൽ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ പട്ടികയെ തരംതിരിക്കുന്ന എങ്ങനെ നോക്കാം. ടോട്ടൽ കണ്ടെത്താനുള്ള ഓട്ടോസം സങ്കേതം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ടോട്ടൽ രേഖപ്പെടുത്തേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് സമം ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് തുടർച്ചയായി മാർക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സെല്ലുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് കീബോർഡിലെ പ്ലസ് അമർത്തുക. ശരി അടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തുക കിട്ടുന്നു. മറ്റ് സെല്ലുകളിലേക്ക് എത്തിക്കുക. പെർസെൻറ്റേജ് ശതമാനം രേഖപ്പെടുത്തേണ്ട സെല്ലിൽ ടോട്ടൽ ബൈ 450 × 100 എന്ന ക്രിയയാണ് ചെയ്യേണ്ടത്. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ടോട്ടൽ സെല്ല് ബൈ 450 × 100. എന്റർ കീ അമർത്തി കഴിഞ്ഞാൽ അവിടെ ശതമാനം ലഭ്യമാണ്. മറ്റ് സെല്ലുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് അവിടെയും ശതമാനം കാണുക. ഇപ്പോൾ ഒരു ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 30 മുതൽ 0 മുതൽ 30 വരെ മാർക്കുള്ളവരുടെ നേരെ സി ഗ്രേഡ് എന്നും 31 മുതൽ 60 വരെ ബി ഗ്രേഡ് എന്നും 61 മുതൽ 100 വരെ എ ഗ്രേഡ് എന്നുമാണ് നൽകേണ്ടതെങ്കിൽ അതിനെ ഇനി പറഞ്ഞ രീതിയിൽ ഒരു ലുക്കപ്പ് ചാർട്ട് തയ്യാറാക്കുക. ഇപ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് നൽകേണ്ടത്. 0 സി ഗ്രേഡ്, അതിനുശേഷം അടുത്ത ഗ്രൂപ്പിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ 31 ബി ഗ്രേഡ്, 61 എ ഗ്രേഡ് എന്ന് ഒരു പട്ടിക ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക. പട്ടികയെ സെലക്ട് ചെയ്തിട്ട് ഡേറ്റ ഡിഫൈൻ റേഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഒരു പേര് നൽകി സേവ് ചെയ്യുക. ഇപ്പോൾ എ എന്നുള്ള പേര് നൽകുന്നു. ഓക്കെ കൊടുക്കും. റിമാർക്ക് രേഖപ്പെടുത്തേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ, അതിൽ നിന്നും ലുക്കപ്പ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ലുക്കപ്പ്. നെക്സ്റ്റ് സെർച്ച് ക്രൈറ്റീരിയൻ, സെർച്ച് വെക്ടർ, റിസൾട്ട് വെക്ടർ എന്നീ 3 ഫീൽഡുകളാണുള്ളത്. സെർച്ച് ക്രൈറ്റീരിയൻ മിനിമൈസ് ചെയ്യുന്നു. പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. മാക്സിമൈസ് ചെയ്യുന്നു. സെർച്ച് വെക്ടറിൽ നമ്മൾ ഡേറ്റ ഡിഫൈൻ ചെയ്തപ്പോൾ നൽകിയ പേര് നൽകുക. ഓക്കെ. ആദ്യത്തെ കുട്ടിയുടെ ഗ്രേഡ് ലഭ്യമാകുന്നു. മറ്റ് സെല്ലുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെയാണ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ലുക്കപ്പ്, ഇഫ് എന്നീ ഫംഗ്ഷനുകളും 8-9 ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള മറ്റ് സങ്കേതങ്ങളും സോർട്ടിങ്, ഫിൽറ്ററിങ് തുടങ്ങിയ സങ്കേതങ്ങളും ചെയ്ത് പരിശീലിക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പ് ചോദ്യങ്ങളിൽ നിന്നും ചോദിക്കുന്നതിലെ മറ്റൊരു ചോദ്യം ഓപ്പൺ ഓഫീസ് ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ കിട്ടിയ സ്കോറുകൾ ഉൾപ്പെടുത്തുന്നതിന് ഒരു ഡേറ്റാബേസ് ഓപ്പൺ ഓഫീസ് ഡേറ്റാബേസിൽ തയ്യാറാക്കി സേവ് ചെയ്യുക. അഡ്മിഷൻ നമ്പർ പ്രൈമറി കീ ആക്കി ഒരു ടേബിൾ നിർമ്മിക്കുക. ഒരു ഫോം തയ്യാറാക്കുക. ഇത്രയാണ് ചോദ്യം. സോഫ്റ്റ്വെയർ തുറക്കേണ്ടത് ആപ്ലിക്കേഷൻ, ഓഫീസ്, ഓപ്പൺ ഓഫീസ് ഡേറ്റാബേസ്. ആ വരുന്ന ഡേറ്റാബേസ് വിസാർഡ് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഫിനിഷ്. ഹോമിലെ എക്സാം 10 ഫോൾഡറിനുള്ളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യുക. അത് ക്ലോസ് ആയി പുതിയൊരു വിൻഡോ തുറന്നു വരുന്നു. അതിലെ
ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ വരുന്നുണ്ട് ഈ തലവാചകങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകണം. അഡ്മിഷൻ നമ്പർ, നെയിം, ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് ഇവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫീൽഡ് നെയിം ഭാഗത്ത് അഡ്മിഷൻ നമ്പർ, അത് സംഖ്യ ആണ്, അത് മാറ്റി ഫീൽഡ് ടൈപ്പ് നമ്പർ എന്നാക്കുക. നെയിം ടെക്സ്റ്റ് ആണ്, ഇംഗ്ലീഷ് മാർക്ക് രേഖപ്പെടുത്തേണ്ട നമ്പറാണ്, സയൻസ്, മാത്സ്. അതിനുശേഷം അഡ്മിഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ആ വരുന്ന അടയാളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൈമറി കീ ആക്കുക. ഫയൽ, സേവ്. ടേബിൾ എന്ന പേരിലായിരിക്കും വരുന്നത്, അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ കൊടുത്താൽ അതങ്ങ് സേവ് ആയി. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. തൊട്ടുപുറകിലുള്ള ഡേറ്റാബേസ് വിസാർഡിലെ ഡേറ്റാബേസ് എന്ന ടാബിലുള്ള ഫോംസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നിന്നും ഈ ഫീൽഡുകളെ അവൈലബിൾ ഫീൽഡ്സിനെ ഫീൽഡ്സ് എന്ന ഫോം ആക്കുക. നെക്സ്റ്റ്, ആ ഓപ്ഷനിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ്, അറേഞ്ച് കൺട്രോൾസിൽ നിന്നും ഒരു ഫോം ടൈപ്പ് സെലക്ട് ചെയ്യുക. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിറം സെലക്ട് ചെയ്യുന്നെങ്കിൽ സെലക്ട് ചെയ്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പൂർത്തീകരിക്കാം. ഇതിൽ ഡേറ്റ ടൈപ്പ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്രയും വർക്ക് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രവർത്തനം പൂർത്തിയായി. ഡേറ്റാബേസ് ആവർത്തിച്ച് ചെയ്ത് ഉറപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യമായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഓപ്പൺ ഓഫീസ് വേഡ് പ്രോസസ്സറാണ്. വേഡ് പ്രോസസ്സറിലെ മെയിൽ മെർജ് സങ്കേതം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഹോമിൽ കാണുന്ന ഫയലുകളിലെ എക്സാം ഡോക്യുമെന്റ്സിലെ ഒരു ഫയലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഹെൽത്ത് സർവേ, ഹെൽത്ത് കാർഡ് രണ്ടും നമുക്ക് എക്സാം ഡോക്യുമെന്റ്സിൽ ലഭ്യമാണ്. ഇപ്പൊ ഹെൽത്ത് കാർഡ് ഓപ്പൺ ചെയ്യുന്നു. ഹെൽത്ത് കാർഡിലേക്ക് ആ ഹെൽത്ത് സർവേയിൽ കൂടെ ലഭ്യമായ വിവരങ്ങളെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് ചേർക്കുകയാണ്. അതിനായി ടൂൾസിലെ മെയിൽ മെർജ് വിസാർഡ് സെലക്ട് ചെയ്യുക. ടൂൾസ്, മെയിൽ മെർജ് വിസാർഡ്. അതിൽ നിന്നും ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും വേണ്ട, മൂന്നാമത്തെ സ്റ്റെപ്പിലെ ഇൻസെർട്ട് അഡ്രസ് ബ്ലോക്കിലെ സെലക്ട് അഡ്രസ് ലിസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സാം ഡോക്യുമെന്റ്സിലെ ഹെൽത്ത് സർവേ .ods സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുന്നു. ഇതിലുള്ള ശരിയടയാളങ്ങൾ ഒഴിവാക്കുക. നാലാമത്തെ ഓപ്ഷൻ, അതിലെയും ശരിയടയാളം ഒഴിവാക്കുന്നു. ആറാമത്തെ ഓപ്ഷനിലെ എഡിറ്റ് ഡോക്യുമെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എഡിറ്റ് ഡോക്യുമെന്റ് സ്റ്റെപ്പിലെ എഡിറ്റ് ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മെയിൽ മെർജ് വിസാർഡ് ഒരു ചെറിയ കോളമായി വിൻഡോ ആയി മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. വ്യൂ മെനുവിൽ നിന്നും ഡേറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക. വ്യൂ ഡേറ്റ സോഴ്സ്. അതിലേക്ക് ഓരോ ഹെഡിങ്ങിന്റെ നേരെ ആ വാചകങ്ങളുടെ നേരെ ആ തലവാചകങ്ങളെ ഡ്രാഗ് ചെയ്തിടുക. നെയിം, ക്ലാസ്, ഡിവിഷൻ, ഏജ്, ഹൈറ്റ്, വെയ്റ്റ്, BMI. റിട്ടേൺ ടു മെയിൽ മെർജ് വിസ. പേഴ്സണലൈസ് ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് പ്രിന്റ് ഓർ സെൻഡ് ഓപ്ഷൻ എടുക്കുന്നു. അതിലെ സേവ് മെർജ്ഡ് ഡോക്യുമെന്റ്, സേവ് ആ സിംഗിൾ ഡോക്യുമെന്റ്, അതിലെ സേവ് ഡോക്യുമെന്റ്. എക്സാം 10 ഫോൾഡറിനുള്ളിൽ സേവ് ചെയ്യാം.
ചോദ്യ നമ്പർ നൽകി സേവ് ചെയ്യുന്നു. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ അത് വന്നിട്ടുണ്ടാവും. അത് ക്ലോസ് ചെയ്യുക. സേവ് ചെയ്യുന്നു. ആ ഫയൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് എല്ലാ കുട്ടികളുടെയും ഹെൽത്ത് കാർഡ് തയ്യാറായിട്ടുണ്ടാവും. ഇതിനെ സേവ് ചെയ്യുക. അപ്പോൾ മേൽമ സങ്കേതം ആവർത്തിച്ച് ചെയ്ത് ഉറപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.